ആഘോഷത്തിന്റെ വാർത്തകൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നു. എല്ലാവരും വലിയ ഓണാഘോഷ തിരക്കുകളിലൊക്കെ തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ തിരുവോണ ദിനത്തിലും സമരമുഖത്തിരിക്കുന്ന ആളുകളെ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തിരുവോണ ദിനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ പ്രതിഷേധ സമരങ്ങളാണ് അരങ്ങേറിയത്. ആശമാർ നടത്തുന്ന രാപകൽ സമരം 209-ാം ദിവസത്തിലെത്തി. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് സ്ഥലം നൽകിയിട്ട് പണം ലഭിക്കാത്തവരും നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപ കൂട്ടായ്മയും KSRTC പെൻഷനേഴ്സും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. സമരപ്പന്തലിന് സമീപത്ത് പൂക്കളമൊരുക്കിയും സമരപ്പന്തൽ പൂക്കളാൽ അലങ്കരിച്ചുമാണ് ആശമാർ തിരുവോണത്തെ വരവേറ്റത്. സമരത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് സൂചിപ്പിക്കാനാണ് ആഘോഷ ദിനങ്ങളിലും സമരം തുടരുന്നതെന്ന് ആശമാർ പറയുന്നു. ഓണം എല്ലാവർക്കും, പക്ഷേ ആശമാരുടെ ജീവിതം ഹാപ്പിയല്ല. സമരം നാളെ 7 മാസം പൂർത്തിയാവുകയാണ്. ഈ ദിവസം പോലും സർക്കാരിന് ഒരു പരിഗണന ഇല്ല എന്നുള്ളതാണ് വസ്തുത. വളരെ നിസ്സാരമായ മിനിമം കൂലിയാണ് ആവശ്യപ്പെടുന്നത്. ചാണ്ടി ഉമ്മൻ MLA നേതൃത്വത്തിലാണ് തിരുവോണ ദിനത്തിൽ ആശമാർ കോണസദ്യ ഒരുക്കുന്നത്. ആശാസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതീകാത്മക സമരരീതികളും ഇന്ന് സമരപ്പന്തലിന് മുന്നിൽ കണ്ടു. 2022 ഒക്ടോബറിൽ ഏറ്റെടുത്ത വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിനായി സ്ഥലം നൽകിയവരാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പട്ടിണി സമരം നടത്തിയത്. ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് എപ്പോൾ കിട്ടും എന്നറിയണം. ഇരു ഗവൺമെൻറ്റുകളും, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമം സഹകരണ ബാങ്കിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുക, സർക്കാർ ഗ്യാരണ്ടി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നിക്ഷേപകരുടെ സമരം. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ഓണത്തിന് ഉത്സവ ഭത്ത നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷനും ഇന്ന് സമരം നടത്തി. മീഡിയ 1 തിരുവനന്തപുരം.